നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പോത്തുകുട്ടന്മാരുടെയും മുരികുട്ടിയുടെയും വീഡിയോ ആണ്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ വളർത്തുന്ന പോത്തുകുട്ടികളുടെയും വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വാങ്ങിയിട്ട് നമ്മൾ ഒരു 4 മാസം ആയിരിക്കുകയാണ്. ചെറിയ കുട്ടികളെയാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. എല്ലാവരും ഒന്ന് സെറ്റായി വരുന്നുണ്ട്. വൈകുന്നേരം പാടത്ത് അഴിച്ച് കുളിപ്പിക്കാനുള്ള പരിപാടിയാണ്. പാടത്ത് വെള്ളമൊക്കെ പറ്റി പുല്ലെല്ലാം കുറഞ്ഞു. പുല്ലൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജനുവരി പകുതിയായുള്ളൂ. ഇത്രയും നാളെ ഈ സൈഡിലൊന്നും അമ്മമാർ വന്ന് തിന്നില്ലായിരുന്നു. ഇപ്പം ഈ ഭാഗത്തും ഒന്ന് പുല്ല് കഴിച്ചു തുടങ്ങി. ഒരു മണിക്കൂറോളം നമ്മളിവിടെ അഴിച്ച് ഇട്ട് മേച്ചതിന് ശേഷമാണ് കുളിപ്പിക്കാൻ ഇറക്കുന്നത്. അവിടെ വേറെ കുറച്ച് പേര് പോത്തുകളെ കുളിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫാമിൽ നിന്ന് കൊടുത്ത പോത്താണ്. എൻ്റെ മൂക്ക് കുത്തിയായിരുന്നു. അവനെ നേരത്തെ കുളിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 1 മാസത്തോളമായി അവനെ കൊടുത്തിട്ട്. തീറ്റയും കൂടിയൊക്കെ തുടങ്ങി. അടുത്ത നമ്മുടെ സുഹൃത്തിൻ്റെ പോത്തുകളെ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവരെയും പോത്തുകളെല്ലാം കുളിപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ പോത്തിനെ ഇറക്കുന്നത്. ഭാഗത്ത് അവർ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ അപ്പുവിൻ്റെ പോത്തുകളാണ് 2 എണ്ണം. അവരെ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10-14ഓളം പോത്ത് നമ്മൾ ഈ ഭാഗത്ത് വളർത്തുന്നുണ്ട്. ഫാമിലും കുറച്ച് പോത്തുകൾ നിൽപ്പുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതാണ്. അടുത്ത ആഴ്ച നമ്മൾ പോകുന്നുണ്ട്. അടുത്ത കുറച്ചുകൂടി കന്നുകളെ എടുക്കാൻ വേണ്ടി കുറച്ച് മൂരിക്കുട്ടികളും കറവയുള്ള പശുക്കളൊക്കെ എടുക്കാൻ പോകുന്നുണ്ട് വരുന്ന ആഴ്ച. ആ സമയത്ത് ബാക്കിയുള്ള നമ്മളിവിടെ അടുത്തുനിന്ന് ഒരു 2 പോത്തിനെ കൂടെ ഫാമിലേക്ക് വാങ്ങിയിട്ടുണ്ട്. 10 പോത്ത്. അവർ കുളിപ്പിക്കട്ടെ. അവർ കുളിപ്പിച്ചതിന് ശേഷം നമ്മൾ തോട് സൈഡൊക്കെ ഒരുപാട് ഇടിഞ്ഞ് പോയിട്ടുണ്ട്. നമ്മളെ ഈ ഭാഗത്ത് വലിയ 2 പോത്തുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. അത് ചെറുതാണ്. പിന്നെ നമ്മൾ ഇവിടെ ഉള്ളതെല്ലാം അവർ കുളിപ്പിക്കട്ടെ. നമുക്ക് നമ്മുടെ പോത്തുകളെല്ലാം പോയി കൊണ്ടുവരാം. അവരെല്ലാം അവിടെ നിന്ന് പുല്ല് കഴിക്കുന്നതേ ഉള്ളൂ. എല്ലാവരുടെ ഇറക്കിയിടാനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കുറേശ്ശെ എല്ലാവരും ഇറക്കി കുളിപ്പിക്കുന്നത്. അവരുടെ വലിയ പോത്തുകളാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ സുഹൃത്തിൻ്റെയാണ്. തോട്ടിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇനി നല്ല ഉണക്ക മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനും കുറേ കൂടെ കുറയും. എന്നാലും തീരെ പറ്റില്ല. അത്യാവശ്യം നമുക്ക് ഇവരെ കുളിപ്പിക്കാനുള്ള വെള്ളം നമുക്കിവിടെ കിട്ടും ഏത് ഉണക്കത്തും. നമ്മളെ പോത്തുകളെ പോയി കൊണ്ടുവരാം. അവരെല്ലാം തിന്ന് പോകുന്നതേ ഉള്ളൂ. രണ്ട് പോത്ത് അത്യാവശ്യം നമ്മളെ കാഴ്ചപ്പാട് തന്നെ നല്ലോണം വലുതായിട്ടുണ്ട്. ബാക്കിയൊക്കെ സെറ്റായി വരുന്നുണ്ട്. നല്ല തീറ്റയൊക്കെ കൊടുത്ത് അവർ കഴിക്കുന്നുണ്ട്. അത്യാവശ്യം തീറ്റകളൊക്കെ.
തോട്ടിലൊക്കെ ഇറങ്ങി തിന്നാണ്. തോട്ടിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് പുല്ലുണ്ട്. അവർ പോത്തുകളെല്ലാം കുളിപ്പിച്ച് തീർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ പോത്തുകളെല്ലാം കുളിപ്പിക്കാൻ ഇറക്കണം. ചെയറിലൊക്കെ നല്ല രീതിക്ക് ഉരുണ്ട് മറിഞ്ഞ ചൂടിൻ്റെ ഇതുകൊണ്ടാണ് അവർ ചെയറിൽ അത്രയും ചെയർ പേരിപ്പുറത്ത് ഒഴിക്കുന്നത്. അങ്ങനെ നമ്മൾ വീടെത്തിയിരിക്കുകയാണ്. ഇനി ഒരു മണിക്കൂറോളം റെസ്റ്റ് നിർത്തിയതിന് ശേഷമേ അവർക്ക് ഫുഡ് കൊടുക്കത്തുള്ളൂ. എല്ലാവരും അയവെട്ടി നിൽക്കുകയാണ്. ബലു ഇതാ ഇവിടെ കിടപ്പുണ്ട്. രാവിലെ ഒരു 10 മണി തൊട്ട് ഒരു 1:30-2 മണി വരെ അപ്പുറത്തെ പറമ്പിൽ കൊണ്ട് കെട്ടും. അവിടുന്ന് പുല്ലൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞ് കൊണ്ടുവരും. പിന്നെ അവന് ഫുഡ് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അവ എണീക്കത്തുള്ളൂ. അവിടെ ഫുഡെല്ലാം റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഉള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഓരോ സ്പൂണ് ലേഹ്യം കൂടെ കൊടുക്കുന്നുണ്ട്. ഷാർക്കോ ഫൗളിൻ്റെ വെറ്റ് ലേഹ്യം നമ്മൾ ഓരോ സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിയ മുട്ടൻകുട്ടി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. ഒരാഴ്ചയായി കൊണ്ടുവന്നിട്ട്. അന്ന് കമൻറ്റിൽ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു എൻ്റെ കാലിന് എന്തോ കുഴപ്പമുണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ വിഷയമൊന്നുമില്ല. അന്നേരം വണ്ടിയിൽ കയറങ്ങാണം കുരുങ്ങി നിന്ന സമയത്ത് മുടത്തൽ പോലെ ഉണ്ടായിരുന്നു. അത് നമ്മളും കണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ആൾ ഓക്കെയാണ്. അപ്പോൾ ഇനി എല്ലാവരും ഫുഡ് കഴിക്കാൻ റെഡിയായിരിക്കുകയാണ്. ആദ്യം ബലൂനാണ് നമ്മൾ കൊടുക്കുന്നത് ഫുഡ്. പിന്നെ ബാക്കിയുള്ള കുട്ടന്മാർക്കെല്ലാം ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം എല്ലാം കൂടെ ഒരു 2 കിലോ തീറ്റ അത്രയാണ് നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. തവിടും പരുത്തി പുളിങ്കുരുപ്പൊടി ഇപ്പം മേടിക്കാൻ പറ്റില്ല. കിലോ 40 രൂപ ആയതുകൊണ്ട് നമ്മൾ പുളിങ്കുരുപ്പൊടി വേവിപ്പ് നിർത്തിയിരിക്കുകയാണ് ഈ വർഷം. മിക്സഡ് തീറ്റ കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ അരിക്കഞ്ഞി എല്ലാം കൂടെ ഒരു 2 കിലോ. ഒരു കിലോ പുളിയരി നമ്മളിവിടെ ലൂസ് വാങ്ങിക്കുകയാണെങ്കിൽ 38 രൂപ, 38-40 രൂപയൊക്കെയാണ് വില വരുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ പുളിങ്കുരുപ്പൊടി വാങ്ങിയിട്ടില്ല. എല്ലാവരും കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വലിയ പെടപെടയുള്ള കുടിയാണ്. പെട്ടെന്ന് പാത്രം ഒഴിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണുമ്പോഴേക്കും ഓക്കെ, ബായ്.